ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ചില എക്സ്പ്രഷൻസ് ആണ്. ചില ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ഡെയിലി ലൈഫിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചില എക്സ്പ്രഷൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്. അത് ഏതൊക്കെയാണ് എന്നല്ലേ? വൈൽ പ്ലസ് ing ഫോം ഓഫ് എ വെർബ്, ഫോർ പ്ലസ് ing ഫോം ഓഫ് എ വെർബ്, ബൈ പ്ലസ് ing ഫോം ഓഫ് എ വെർബ്, പിന്നെ ആഫ്റ്റർ ആൻഡ് ബിഫോർ പ്ലസ് ing ഫോം ഓഫ് എ വെർബ്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലെസൺ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്പ്രഷൻസ് ആണ്. പിന്നെ ലെസൺ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. ഈ ചാനലിലെ ലെസൺസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും, പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അത് ഓരോ വീഡിയോയിലും ഞാൻ പറയാത്തത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം. കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസ് ആണ്. ആദ്യം നമുക്ക് വൈൽ പ്ലസ് ing ഫോം ഓഫ് എ വെർബ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം നടക്കുന്നതിനിടയിൽ ഞാൻ ബുക്ക് വായിക്കുകയായിരുന്നു, വായിക്കുന്നതിനിടയിൽ ഞാൻ ഉറങ്ങുകയായിരുന്നു, വായിക്കുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി നടക്കുന്നു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വൈൽ ഉപയോഗിക്കാം. വൈൽ കഴിഞ്ഞിട്ട് ing ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, വൈൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്, അതായത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ. വൈൽ റീഡിങ് എന്ന് പറഞ്ഞാൽ വായിക്കുന്നതിനോടൊപ്പം തന്നെ. വൈൽ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുന്നതിനോടൊപ്പം തന്നെ. വൈൽ സിംഗിങ് എന്ന് പറഞ്ഞാൽ പാടുന്നതിനോടൊപ്പം തന്നെ. അപ്പോൾ നമുക്ക് അത് സെന്റൻസിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ്. വൈൽ ഈറ്റിംഗ് ഡോണ്ട് ടോക്ക് അങ്ങനെയും പറയാം. വൈൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഡോണ്ട് ടോക്ക്, സംസാരിക്കരുത്. സംസാരിക്കല്ലേ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം സംസാരിക്കല്ലേ എന്നാണ് അതിനർത്ഥം. ഹി ബിഗാൻ ടു ക്രൈ വൈൽ സ്പീക്കിംഗ്. അവൻ കരയാൻ തുടങ്ങി. എപ്പോഴാണ്? വൈൽ സ്പീക്കിംഗ്, സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ കരയാൻ തുടങ്ങി. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതും സംഭവിച്ചു. എന്ത്? കരയാൻ തുടങ്ങി. ഹി ബിഗാൻ ടു ക്രൈ വൈൽ സ്പീക്കിംഗ്. വൈൽ കഴിഞ്ഞിട്ട് ing ഫോം ഓഫ് ദ വെർബ്. ഹി ഫെൽ അസ്ലീപ് വൈൽ റീഡിംഗ്. വൈൽ റീഡിംഗ്, വായിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഹി ഫെൽ അസ്ലീപ് വൈൽ റീഡിംഗ്. അതല്ലെങ്കിൽ വൈൽ റീഡിംഗ് ഹി ഫെൽ അസ്ലീപ് അങ്ങനെയും പറയാം. ഹി വാസ് തിങ്കിങ് സംതിങ് വൈൽ പ്ലേയിങ്. കളിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് തിങ്കിങ് സംതിങ് വൈൽ പ്ലേയിങ്. ഹി വാസ് വാച്ചിങ് യു വൈൽ ടോക്കിംഗ് ടു മീ. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹി വാസ് വാച്ചിങ് യു, നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴാണ്? വൈൽ ടോക്കിംഗ് ടു മീ, എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ടോക്കിംഗ് നോക്കൂ, വൈൽ കഴിഞ്ഞിട്ട് ing ഫോമാണ് അവിടെയൊക്കെ ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഫോർ പ്ലസ് ing ഫോം ഓഫ് എ വെർബ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ നൈഫ് ഉപയോഗിക്കുന്നു. വി യൂസ് നൈഫ് ഫോർ കട്ടിംഗ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ നമ്മൾ നൈഫ് ഉപയോഗിക്കാറുണ്ട്, നമ്മൾ കത്തി ഉപയോഗിക്കാറുണ്ട്. വി യൂസ് നീഡിൽ ഫോർ സ്റ്റിച്ചിങ്. സ്റ്റിച്ചിങ്ങിന് നമ്മൾ നീഡിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ഫങ്ഷനാണ് അവിടെ പറയുന്നത്. ഫോർ കട്ടിങ്, ഫോർ സ്റ്റിച്ചിങ് എന്നൊക്കെ. അപ്പോൾ ഫോർ കഴിഞ്ഞിട്ട് ing ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിച്ചത്. വി യൂസ് സിസേഴ്സ് ഫോർ കട്ടിംഗ് പേപ്പർ. നമ്മൾ സിസേഴ്സ് ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ്? ഫോർ കട്ടിംഗ് പേപ്പർ. പേപ്പർ കട്ട് ചെയ്യുന്നതിന് നമ്മൾ സിസേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ഫങ്ഷൻ പറയുന്നതിനാണ് അവിടെ ഫോർ പ്ലസ് ing ഫോം ഓഫ് എ വേർബ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് ബൈ പ്ലസ് ing ഫോം ഓഫ് എ വേർബ് നോക്കാം. അത് മെത്തേഡ് പറയുന്നതിന്. ഇപ്പോൾ അവൾ പൈസ ഏൺ ചെയ്യുന്നത് വെജിറ്റബിൾസ് ഒക്കെ വിറ്റിട്ടാണ് എന്നെങ്ങനെ പറയും? അതൊരു മെത്തേഡാണ്. എങ്ങനെയാണ് പൈസ ഏൺ ചെയ്യുന്നത്? ഷീ ഏൺസ് മണി ബൈ സെല്ലിംഗ് വെജിറ്റബിൾസ്. ബൈ സെല്ലിംഗ്, സെൽ പ്ലസ് ing ഫോം അവിടെ ഉപയോഗിച്ചു.
യു ക്യാൻ ഗെറ്റ് ഫിറ്റ് ബൈ സ്വിമ്മിങ് റെഗുലർലി. റെഗുലറായിട്ട് പതിവായിട്ട് സ്വിം ചെയ്താൽ, നീന്തിയാൽ നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ ഫിറ്റ് ആക്കിയെടുക്കാൻ പറ്റും. യു ക്യാൻ ഗെറ്റ് ഫിറ്റ് ബൈ സ്വിമ്മിങ് റെഗുലർലി. ബൈ സ്വിമ്മിങ്. സ്വിമ്മിങ് എന്നത് സ്വിം പ്ലസ് ING ഫോമാണ് ബൈ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത്. ഏത് മെത്തേഡിൽ കൂടിയാണ് അത് സാധിക്കുന്നത് എന്നർത്ഥത്തിലാണ് ഇത് പറയുന്നത്. ബൈ പ്രസ്സിംഗ് ദ ബട്ടൺ ഐ ടേൺ ഓൺ ദ അലാം സിസ്റ്റം. ബൈ പ്രസ്സിംഗ് ദ ബട്ടൺ. പ്രസ് പ്ലസ് ING പ്രസ്സിംഗ്. ബൈ പ്രസ്സിംഗ് ദ ബട്ടൺ, അതായത് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അലാം സിസ്റ്റം ഓൺ ചെയ്യുന്നത്. ബൈ എൻറ്ററിങ് എ കോഡ് യു ക്യാൻ ടേൺ ഇറ്റ് ഓഫ്. ബൈ എൻറ്ററിങ് എ കോഡ്, ഒരു കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, എൻറ്ററിങ് ബൈ കഴിഞ്ഞിട്ട് എൻറ്ററിങ്, അപ്പോഴും അത് എങ്ങനെയാണ്, അതിൻ്റെ മെത്തേഡാണ് പറയുന്നത്. ബൈ പ്ലസ് വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇനി ആഫ്റ്റർ. ആഫ്റ്റർ പ്ലസ് വെർബിൻ്റെ ING ഫോം എവിടെ ഉപയോഗിക്കും? ആഫ്റ്റർ താങ്കിങ് ദം ഐ ലെഫ്റ്റ്. അവർക്ക് നന്ദി പറഞ്ഞതിന് ശേഷം ഞാൻ പോയി അവിടുന്ന്, ഞാൻ അവിടെ നിന്ന് വിട്ടുപോയി എന്നാണ്. ആഫ്റ്റർ താങ്കിങ് ദം ഐ ലെഫ്റ്റ്. താങ്കിങ്, താങ്ക് പ്ലസ് ING, അവിടെ അതിന് ശേഷം എന്ന മീനിങ് ആണ്. ആഫ്റ്റർ അറൈവിങ് അറ്റ് ദ ഹോട്ടൽ ഹി വെൻറ്റ് സ്ട്രേറ്റ് ടു ദ റിസപ്ഷൻ ഡെസ്ക്. ഹോട്ടലിൽ എത്തിയതിന് ശേഷം അദ്ദേഹം ഡയറക്റ്റായിട്ട്, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് റിസപ്ഷൻ ഡെസ്കിലേക്ക് പോയി. ആഫ്റ്റർ അറൈവിങ്. ആഫ്റ്റർ റീഡിങ് ഹി ക്ലോസ്ഡ് ദ ബുക്ക്. വായിച്ചതിന് ശേഷം അവൻ ബുക്ക് അടച്ചു വെച്ചു. ആഫ്റ്റർ റീഡിങ് ഹി ക്ലോസ്ഡ് ദ ബുക്ക്. ഇനി നമുക്ക് ബിഫോർ നോക്കാം. ബിഫോർ കഴിഞ്ഞിട്ടും ING ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കാം. ബിഫോർ ഗോയിങ് ടു ഫ്രാൻസ് യു ഷുഡ് മീറ്റ് ദം. ബിഫോർ ഗോയിങ് ടു ഫ്രാൻസ്, ഫ്രാൻസിലേക്ക് പോകുന്നതിന് മുൻപ് നീ അവരെയൊക്കെ മീറ്റ് ചെയ്യണം. ബിഫോർ ഗോയിങ് ടു ഫ്രാൻസ്. നോക്കൂ, ബിഫോർ കഴിഞ്ഞിട്ട് ഗോ പ്ലസ് ING, ഗോയിങ് എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിന് മുൻപ് എന്ന മീനിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ലെസൺ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു. ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. അത് ഡെയിലി ലൈഫിൽ സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ സന്ദർഭത്തിനനുസരിച്ച് ഇതൊക്കെ ഉപയോഗിക്കുക. കൂടുതൽ സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും.